കേരളത്തിൽ നിന്നും BJP പറയുന്നു കേരളത്തിൽ നിന്ന് 10 വനിതാ എംപിമാർ ഉണ്ടാവണം, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുന്നു കേരളത്തിൽ നിന്ന് 5 വനിതാ എംപിമാർ മതി. ഇത് ആര് പറയുന്നതാണ് സ്വീകരിക്കേണ്ടത്? ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടപ്പോൾ ഉടനെ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്നറിയോ? ഞങ്ങൾ വിജയിച്ചു, ജനാധിപത്യം വിജയിച്ചു എന്നും. പ്രിയങ്ക ഗാന്ധിക്ക് അത് പറയാം, കാരണം അങ്ങ് ഉത്തർപ്രദേശിൽ നിന്ന് വയനാട്ടിൽ വന്ന് മത്സരിച്ചതാ. ഫാമിലി കോട്ടയാണ്. എവിടെ വേണമെങ്കിൽ ഈ രാജ്യത്തിന്റെ എവിടെ വേണമെങ്കിലും കോൺഗ്രസിന് ശക്തി കേന്ദ്രത്തിൽ വന്ന് മത്സരിക്കാം, ജയിച്ചു പോകാം. അതിന് ആ കുടുംബത്തിൽ ജനിച്ചാൽ മാത്രം മതി. പക്ഷെ മറ്റു വനിതകൾക്ക് അങ്ങനെയല്ലെന്നേ. സ്ത്രീ വനിതകൾക്ക് സംവരണം കൊടുക്കുകയും അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നൊരു അജണ്ടയെ BJPക്ക് ഉണ്ടായിരുന്നില്ലോ ഇല്ല എന്നാരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ? നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ മനസ്സിലായില്ല? തീർച്ചയായിട്ടും ഇല്ല. അങ്ങനെ ഒരു സംശയം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം ചിരിച്ചു. ശ്യാംരാജ് പറഞ്ഞു ഞാൻ രാഷ്ട്രീയം പറയുവാണെന്ന്. ഒബിയസ്ലി ഇതൊരു രാഷ്ട്രീയ ചർച്ചയാണ്. രാഷ്ട്രീയമല്ലേ പറയേണ്ടത്? ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഇങ്ങനെ ഇവരുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ സംശയിക്കുന്ന ആർക്കും മനസ്സിലായിട്ടില്ല. BJPയിലെ ഒരു MP-മാർക്കും മനസ്സിലായിട്ടില്ല എന്തിനാണ് ഇത്ര ഹറീഡ് ആയിട്ട് ഈ സംഭവം കൊണ്ടുവന്നത്. നോക്കൂ, ഇവിടെ വ്യക്തിപരമായിട്ട് സംസാരിച്ച് പോകുന്നില്ലെങ്കിലും ഇവിടെ ശ്രീമതി ലിസ്മാത്തി പറഞ്ഞത് BJPയിലെ ഒരു MP-ക്ക് പോലും മനസ്സിലായിട്ടില്ല. ഞാൻ ഒന്ന് കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടും കൃത്യമായിട്ട് എല്ലാം അറിഞ്ഞിട്ടും കൃത്യമായിട്ട് വോട്ടും ചെയ്തിട്ട് വന്നിരിക്കുന്ന MP-മാർക്ക് അറിയില്ല എന്നൊക്കെ ഒരു മാധ്യമ പ്രവർത്തകർ വന്നിട്ട് ആധികാരികമായിട്ട് ഏഷ്യാനെറ്റ് പോലൊരു ചാനൽ കൂടി എങ്ങനെ പറയാൻ പറ്റും എന്നെനിക്കറിയില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അതൊക്കെ ഒരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യമല്ല. നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു BJPയുടെ MP-മാർക്ക് മനസ്സിലായില്ല. അപ്പോൾ താങ്കളിരിക്കുന്ന ചർച്ചയിൽ താങ്കളുടെ വാദങ്ങൾ ഉന്നയിക്കാം. അത് രാഷ്ട്രീയമായിക്കോട്ടെ അല്ലെങ്കിൽ താങ്കളുടെ നിഷ്പക്ഷമായിക്കോട്ടെ ഒക്കെ ആയിക്കോട്ടെ, അതൊന്നും ഞാൻ ഇതിൽ പറയുന്നത്. പക്ഷേ BJPയിലെ ഒരു MP-ക്കും അറിയില്ല എന്നൊക്കെയുള്ള താങ്കളുടെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഏതോ കോണിൽ നിന്ന് BJPയെ എതിർക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നിരുന്നിട്ടുള്ള ആ മനസ്സോട് കൂടിയിട്ട് ഇരുന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് പാടില്ല. ഈ പാർലമെന്റ് സെഷനിൽ തന്നെ ഈ കഴിഞ്ഞ 3 ദിവസം നമ്മൾ സംസാരിച്ചല്ലേ ഈ വേണ്ട രീതിയിലുള്ള ചർച്ചകളില്ല എന്ന് ബ്ലൈൻഡ് ആയിട്ട് ഈ ചാനലിൽ വന്നിരുന്നിട്ട് പറയുമ്പോൾ ഈ രാജ്യം മുഴുവൻ കണ്ടതല്ലേ, ഈ ചർച്ച കൊണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ മൊത്തം കണ്ടതല്ലേ? 3 ദിവസം നമ്മളോട് ചർച്ച ചെയ്തില്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഏത് വിധേനയും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും BJPയെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരുടെ മനസ്സിലുള്ള രാഷ്ട്രീയ ചിന്തകളായിക്കോട്ടെ അതെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയും കരിവാരത്തേക്കുന്നതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ലോജിക്ക് ഉള്ളതായിട്ട് ഈ ഭാഗത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനിയെങ്കിൽ ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കട്ടെ. ഞാൻ ഈ ലിസ്മാത്തിനോട് തന്നെ എടുത്ത് ചോദിക്കാൻ വേണ്ടി എനിക്ക് ഒരു ആഗ്രഹം ഉള്ളത്, ഒന്ന്, ഈ പറഞ്ഞിട്ടുള്ള അമെൻമെന്റ് വന്നിരുന്നെങ്കിൽ 815 ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ വനിതാ സംവരണമായിട്ട് ലഭിക്കാൻ വേണ്ടി പോകുന്ന 272 എണ്ണമാണ്. അതും ശരിയാണല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ ടോട്ടൽ പോപ്പുലേഷൻ എത്ര? 143 കോടി ജനമുള്ള ഒരു രാജ്യത്ത് ഇന്നും 70-71 ഉണ്ടായിരുന്നത് പോലെയുള്ള ഈ 543 ലോക്സഭാ സീറ്റുകൾ മതിയോ? ഈ ഒരു MP-ക്ക് എത്രമാത്രം ആളുകളെ പോയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടും അവർക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അതിനൊരു മാറ്റം വേണ്ടേ? നിങ്ങൾ പറയുന്നത് അന്നത്തെ പോലെ ആ 70കളിൽ നമ്മൾ എന്താണോ ചെയ്തിരുന്നത് അത് കഴിഞ്ഞിട്ട് കാലം മാറി, ലോകം മാറി, രാജ്യത്തിന്റെ പോപ്പുലേഷൻ മാറി. അന്നത്തേതുപോലെ തന്നെ ഇന്നും നിലനിൽക്കണമെന്ന് പറയുന്നത് തന്നെ വളരെ ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് പിന്തിരിപ്പൻ നിലപാടുകളാണ്. അതിനെവിടുന്നാണോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള പിന്തിരിപ്പ് നിലപാടോട്ട് ദയവായിട്ട് വരരുത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ പോപ്പുലേഷൻ മാറിയപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള MP-മാരുടെ എണ്ണം ഉണ്ടാവണം. അതിന്റെ കാരണം എന്ന് പറയുന്നത് MP എന്ന് പറയുന്നത് ഇവിടുന്ന് പാട്ടും പാടി പോയിട്ട് അവിടെ പോയിട്ട് കൈവക്കാൻ വേണ്ടി മാത്രമല്ല, ജനങ്ങളുടെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യേണ്ടവരാണ്. ലോകത്തിലെ ഏത് രാജ്യത്തിന്റെ എടുത്താലും, ചൈന ഒഴികെ ലോകത്തിന്റെ ഏത് രാജ്യത്തിന്റെ എടുത്താലും ആ രാജ്യത്തിന്റെ മുഴുവൻ ജനസംഖ്യയെക്കാളും നമ്മുടെ രാജ്യത്ത് വനിതകളില്ലേ? അവർക്ക് ഉള്ളൊരു റെപ്രസെന്റേഷൻ നമ്മുടെ രാജ്യത്തിന്റെ പോളിസി മേക്കിങ്ങിൽ അവർക്കുള്ളൊരു റെപ്രസെന്റേഷൻ കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് ഇത്ര വിഷമം എന്താ? ഞാൻ ലിസ്മാത്തുവിനോട് ഈ പാനലിലുള്ള ആൾക്കാരോടും ചോദിക്കാൻ വേണ്ടി ആയിരിക്കുന്നത്, BJP പറഞ്ഞിട്ടുള്ള 815 എന്ന് പറയുന്ന MP-മാരുടെ എണ്ണത്തിൽ ഇൻക്രീസ് ഉണ്ടാക്കിയിട്ട് ഈ രാജ്യത്ത് 272 വനിതാ MP-മാർ വേണോ, അതെയോ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുന്നത് പോലെ നിലവിലെ സാഹചര്യത്തിലുള്ള 181 MP-മാർ മതിയോ എന്നുള്ളത് ഉത്തരം പറയട്ടെ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇനി അടുത്തത്, ഈ ഡീലിമിറ്റേഷൻ തന്നെ ഈ ഒരു ബില്ല് പാസ്സായിരുന്നെങ്കിൽ കേരളത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? കേരളത്തിൽ 20 എന്ന് പറയുന്നത് 30 MP-മാരായിട്ട് മാറുമായിരുന്നു. കേരളത്തിൽ 20 MP-മാർ മതി എന്നാണോ പറയുന്നത്? 30 ആയിട്ട് കൂടണം എന്നാണോ ഈ പാനലിരിക്കുന്ന ലിസ്മാത്തി അടക്കമുള്ള ആൾക്കാർ പറയുന്നത്? അതല്ല ഉദ്ദേശം. അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയുന്നത് അവർ ഉത്തരം പറയട്ടെ. 30 സീറ്റ് കേരളത്തിലുണ്ടെങ്കിൽ അതിൽ കേരളത്തിൽ നിന്നുണ്ടാകുന്ന വനിതാ MP-മാർ എത്രയാ? 10 പേരാണ്. കേരളത്തിൽ നിന്ന് 10 വനിതാ MP-മാർ വേണോ അതോ നമുക്ക് 4-5 വനിതാ MP-മാർ മതിയോ? കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കേരളത്തിൽ നിന്നും BJP പറയുന്നു കേരളത്തിൽ നിന്ന് 10 വനിതാ MP-മാർ ഉണ്ടാവണം, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുന്നു കേരളത്തിൽ നിന്ന് 5 വനിതാ MP-മാർ മതി. ഇത് ആര് പറയുന്നതാണ് സ്വീകരിക്കേണ്ടത്?
ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത എന്താണെന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബില്ല് ഈ സമയത്ത് കൊണ്ടുവന്നത് എത്രയും പെട്ടെന്ന് ഈ വനിതാ സംവരണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിലൂടെ നമ്മുടെ പോളിസി മേക്കിങ്ങിൽ അതൊരു ഔദാര്യമൊന്നുമല്ല, അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഈ ഒരു സമയത്ത് എനിക്ക് ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടപ്പോൾ ഉടനെ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്നറിയോ? ഞങ്ങൾ വിജയിച്ചു, ജനാധിപത്യം വിജയിച്ചു എന്നും. പ്രിയങ്ക ഗാന്ധിക്ക് അത് പറയാം, കാരണം അങ്ങ് ഉത്തർപ്രദേശിൽ നിന്ന് വയനാട്ടിൽ വന്ന് മത്സരിച്ചതാ. ഫാമിലി കോട്ടയാണ്, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഫാമിലി കോട്ടയാണ്. എവിടെ വേണമെങ്കിൽ ഈ രാജ്യത്തിന്റെ എവിടെ വേണമെങ്കിലും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ വന്ന് മത്സരിക്കാം, ജയിച്ചു പോകാം. അതിന് ആ കുടുംബത്തിൽ ജനിച്ചാൽ മാത്രം മതി. പക്ഷെ മറ്റു വനിതകൾക്ക് അങ്ങനെയല്ലെന്നേ. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇപ്പൊ ഇന്നലെ നിങ്ങൾ നമ്മുടെ ചർച്ചയുടെ വിഷയം തന്നെ ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ സ്പീച്ചാണല്ലോ. പ്രധാനമന്ത്രി അതും പറഞ്ഞിട്ടുണ്ട്. അതായത് കുടുംബാധിപത്യ പാർട്ടികൾ ഇതിനെ എതിർക്കും. അതിന്റെ കാരണമെന്ന് പറയുന്നത് കുടുംബാധിപത്യ പാർട്ടിയിലെ സ്ത്രീകൾക്ക് കിട്ടിയിരുന്ന സീറ്റുകളും അവർക്ക് കിട്ടുന്ന സ്വീകാര്യതയും അധികാരവും അത് സാധാരണക്കാരായുള്ള വനിതകൾക്ക് കൂടി കിട്ടും. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?